യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം വിശുദ്ധി. വിശുദ്ധി, സ്നേഹം, സത്യം ഇവയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വിഷമമുള്ള ചില സബ്ജക്റ്റുകളാണ്. അതുകൊണ്ടാണ് ഈ ക്വാളിറ്റീസിനെ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. എന്താണ് വിശുദ്ധി, എന്തുകൊണ്ടാണ് വിശുദ്ധരായിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. അതിനു മുമ്പായി ഒരു ചെറിയ കഥ. ഒരിക്കൽ ഒരു ഇംഗ്ലീഷുകാരൻ സ്കോട്ട്ലൻഡിൽ നിന്ന് അയർലൻഡിലേക്ക് സമ്മർ സീസണിൽ കാർ ഓടിച്ചു പോവുകയാണ്. പോകുന്ന വഴി താഴ്വാരത്തിന് മുകളിലായി പൈൻ മരങ്ങൾ അങ്ങനെ ഭംഗിയോടെ നിൽക്കുകയാണ്. വീടുകളൊന്നുമില്ല. അതിനിടയ്ക്ക് ഒരൊറ്റ വീട് അദ്ദേഹം കണ്ടു. നല്ല വെളുത്ത് ഭംഗിയുള്ള ഒരു വീട്. ഏകദേശം 6 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരികെ തന്റെ നാട്ടിലേക്ക് പോകുമ്പോൾ ആ വഴി വന്നു. മഞ്ഞുമൂലം ഈ പൈൻ മരങ്ങൾ മുഴുവൻ മഞ്ഞുകൊണ്ട് ഇങ്ങനെ അപ്പുപ്പൻ താടി പോലെ നിൽക്കുകയാണ്. അതിനിടയ്ക്ക് വീട് അദ്ദേഹം അന്വേഷിച്ചു, അത് കാണാനില്ല. വളരെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഈ അപ്പുപ്പൻ താടി പോലത്തെ വെളുത്ത പൈൻ മരങ്ങളുടെ ഇടയിൽ ഇതാ ഒരു ഡൾ കളറിലുള്ള ഒരു വീട്. അപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കി. ഇത് അദ്ദേഹം അങ്ങോട്ട് പോയപ്പോൾ കണ്ട ആ വെളുത്ത വീട് തന്നെയായിരുന്നു. ഇപ്പോൾ അത് ഡൾ കളറായി തോന്നുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള അതിലും ശുദ്ധമായ തൂമഞ്ഞ് ആണ് കാരണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം വിശുദ്ധി ഇതുപോലെയാണ്. ദൈവത്തിന്റെ വിശുദ്ധിയുമായി അത് തട്ടിച്ചു നോക്കുമ്പോൾ നാം എവിടെയാണ് നിൽക്കുന്നത്? വചനത്തിലൂടെ വിശുദ്ധിയെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നമുക്കൊന്ന് കാണാം. നിയമാവർത്തനം 23:14 പറയുന്നു, നിന്നെ സംരക്ഷിക്കുവാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ശുചിത്വമില്ലാത്ത എന്തെങ്കിലും കണ്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് അവിടുന്ന് അകന്നു പോകാതിരിക്കുവാൻ പാളയം ശുചിയായി സൂക്ഷിച്ചുകൊള്ളുവിൻ. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. ജ്ഞാനം കപടഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല, പാപത്തിന് അടിമയായ ശരീരത്തിൽ അത് വസിക്കുകയില്ല. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. 1 പത്രോസ് 1:15 പറയുന്നു, മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. മത്തായി 5:8 പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. 1 കൊരിന്തോസ് 3:16 പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? എസെക്കിയേൽ 38:23 പറയുന്നു, അങ്ങനെ അനേകം ജനതകളുടെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും എന്റെ വിശുദ്ധിയും മഹത്വവും കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധി നമുക്ക് ആർജിച്ചെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. പരിശുദ്ധനായ ദൈവത്തോട് നാം കൂടെ ഇരിക്കുമ്പോൾ നാം തന്നെത്താൻ വിശുദ്ധിയുള്ളവരാകും. അതുകൊണ്ടാണ് യാക്കോബ് 4:8 പറയുന്നത്, നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്നിരിക്കുവിൻ. യെശയ്യായുടെ പുസ്തകം 35-ാം അധ്യായം 8-ാം വാക്യത്തിൽ അവിടെ ഒരു രാജവീതി ഉണ്ടായിരിക്കും. വിശുദ്ധ വീതി എന്ന് അത് വിളിക്കപ്പെടും. അശുദ്ധർ അതിലൂടെ കടന്നു പോവുകയില്ല, പോഷന്മാർ പോലും വഴി തെറ്റുകയില്ല. എന്നാൽ അവിടെ സിംഹം ഉണ്ടായിരിക്കുകയില്ല. യെശയ്യാ 5:3 പറയുന്നു, നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിന്റെ യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിന്റെയും പേര് പോലും കേൾക്കരുത്. അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിൻ. റോമർ 12:1 പറയുന്നു, ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ
കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് സ്വീകാര്യമായ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. വെളിപാട് 21:27 പറയുന്നു, എന്നാൽ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കുകയുള്ളൂ. അശുദ്ധമായതൊന്നും കൗടില്യവും മ്ലേച്ഛതയും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. 2 Korinthos 7:1 പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാ അശുദ്ധിയിൽ നിന്നും നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യുവിൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബെനഡിക്ട് 16 പാപ്പായുടെ ധാരാളം ടോക്കുകൾ ഉണ്ട് വിശുദ്ധിയെക്കുറിച്ച്. വിശുദ്ധി എന്ന് പറയുന്നത് ആർജിച്ചെടുക്കാവുന്ന ഒന്നല്ല. വിശുദ്ധി എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് നൗൺ അല്ല, അതൊരു പേഴ്സണാണ്. ആ പേഴ്സന്റെ പേരാണ് ജീസസ്. ആ പേഴ്സണോട് നാം കൂടുതൽ അടുത്തിരിക്കുമ്പോൾ നമ്മളുടെ അശുദ്ധി പോകും. ഒരു കെട്ട കനല് ഒരു തീയുടെ അരികെ കൊണ്ടുവയ്ക്കുമ്പോൾ അത് പതിയെ പതിയെ തീ കത്തുന്നത് പോലെ ആ അശുദ്ധി മുഴുവൻ നമ്മളിൽ നിന്ന് പോകും. നിങ്ങൾ വിശുദ്ധരായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ? വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം. അങ്ങനെ വിശുദ്ധമായ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുക, അടുപ്പിച്ചുള്ള കുമ്പസാരത്തിനോട് ചേർന്ന് നിൽക്കുക, ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുക, ദൈവവചനം വായിക്കുക, സൽപ്രവർത്തികൾ ചെയ്യുക, അശുദ്ധമായതിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് അകന്നു നിൽക്കുക. കർത്താവിന്റെ കാരുണ്യം എന്നെയും നിങ്ങളെയും കൂടുതൽ വിശുദ്ധരാക്കുവാനായി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയെക്കുറിച്ച് നാം എപ്പോഴും ചിന്തിക്കുമ്പോൾ ഞാൻ പലപ്പോഴും അത് ശക്തമായി ബന്ധപ്പെടുത്തി മാത്രം കാണുന്ന ഒന്നാണ്. ലൈംഗികമായ പാപങ്ങൾ, സ്വയംഭോഗം, സ്വവർഗഭോഗം, പ്രോണോഗ്രാഫി, മോശമായ രീതിയിൽ ചിന്തിക്കുക, ആലോചിക്കുക, കാണുക, അങ്ങനെയുള്ള സൈറ്റുകൾ കാണുക, ഇതെല്ലാമാണ് പലപ്പോഴും വിജയിക്കുന്നത്. എന്നാൽ ഹെബ്രായർ 12:14 പറയുന്നു, നിങ്ങൾ വിദ്വേഷത്തിന്റെ വേര് വളർന്ന് നിങ്ങളിൽ പലരും അശുദ്ധരായിരിക്കുന്നു. ഹൃദയത്തിന്റെ വിശുദ്ധി വിദ്വേഷത്തിലൂടെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നാം ഒരിക്കലും ബോധേടല്ല. എല്ലാവിധ അശുദ്ധിയിൽ നിന്നും നിങ്ങൾ അകന്നിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാവിധ വിദ്വേഷത്തിൽ നിന്നും കൂടി നിങ്ങൾ അകന്നിരിക്കുവിൻ. അങ്ങനെ നിങ്ങളുടെ ഹൃദയം ശുദ്ധിയുള്ളതായി തീരുമ്പോൾ നിങ്ങൾ ദൈവത്തിന് സ്വീകാര്യനായ മനുഷ്യരാകും. പുറപ്പാടിന്റെ പുസ്തകത്തിൽ ദൈവമായ കർത്താവ് മോശയെ വിളിക്കുന്ന ഭാഗമുണ്ട്. അവിടെ മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ട്, നീ അത് താഴോട്ടിടുക എന്ന് പറയുന്നുണ്ട്. അതിട്ട് കഴിയുമ്പോൾ അതിന്റെ വാലിൽ പിടിച്ചെടുക്കാൻ പറയുന്നു, അതൊരു പാമ്പായി മാറുന്നു. ഇനി നിന്റെ ഹൃദയത്തിന്റെ നേരെ വെക്കുക എന്ന് പറഞ്ഞു. കൈ വെച്ചിട്ട് തിരിച്ചെടുക്കുമ്പോൾ അത് കുഷ്ഠം പിടിച്ച പോലെയാകുന്നു. ഹൃദയത്തിനകത്തുള്ള ദുഷിപ്പ് മുഴുവൻ ആ കൈയിൽ റിഫ്ലക്റ്റ് ആകുന്നതാണ് ആ കാണുന്നത്. അതുകൊണ്ടാണ് ജെറമ്യ 17:19 പറയുന്നത്, ഹൃദയം മറ്റെന്തിനേക്കാളും ശോചനീയമാണ്, അതിന്റെ ചിന്തകളും ശോചനീയമാണ്, അതിനെ ആർക്ക് മനസ്സിലാക്കുവാൻ പറ്റും? ദൈവമായ കർത്താവിന്റെ ശരീരം ഭക്ഷിച്ച് അവിടുത്തെ രക്തം പാനം ചെയ്ത് അവിടുത്തെ പാപമോചനത്തിന്റെ കൂദാശകൾ സ്വീകരിച്ച് വചനത്താൽ നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം. ആത്മാവിനെയും ശരീരത്തെയും കണ്ണുകളെയും വിചാരങ്ങളെയും കർത്താവിന്റെ പോലെയാക്കാം. ഈശോ പറയുന്നു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ആ പരിപൂർണതയിൽ ഒരു ഭാഗം വിശുദ്ധിയും കൂടിയാണ്. വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് ശക്തമായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.